നമുക്ക് മുന്നിൽ ഇനിയുള്ളത് വെറും 2 മാസമാണ്. വെക്കേഷൻ സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളാണ് ഈ ഒരു മാസ കാലയളവ്, അതായത് ഈ ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർച്ച് അവസാന കാലയളവിലൊക്കെ വളരെ വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാനൊക്കെ റിലീസ് ആവുകയാണ്. മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേരളം മൊത്തം. പക്ഷെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, പ്രത്യേകിച്ച് HSA ഉദ്യോഗാർത്ഥികൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കാൻ പാടില്ല. അവരെന്ത് എക്സൈറ്റ്മെൻറ്റിലാണ്? 2 മാസ കാലയളവ് വരാനിരിക്കുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കണം. ഈ 2 മാസ കാലയളവ് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന മാസ കാലയളവ് തന്നെ ആയിരിക്കണം. കാരണം ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാളും കുറേ ഈ HSA പഠിക്കുന്ന പല ആൾക്കാർ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ്. HSA പഠിക്കുന്നപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. B.Ed പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. UP പോലുള്ള ഗവൺമെൻറ് പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇപ്പോൾ സ്റ്റില്ല് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, HSAക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് അല്ലെങ്കിൽ HSA എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ വ്യക്തികൾക്കെല്ലാം ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന 2 മാസ കാലയളവാണ് ഇനി വരാനിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HSA ക്രാക്ക് ചെയ്യാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മാസം നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ ഇത് ബാച്ചിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ബാച്ച് എടുത്ത് പഠിക്കണമെന്നുള്ള രീതിയിലൊന്നും പറയുന്നൊരു വീഡിയോ ഒന്നും അല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ HSA ഈ ഒരു പഠിക്കാൻ ഇന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാസം എങ്ങനെ വിനിയോഗിക്കാം? ചുമ്മാ പോയിട്ട് നമ്മൾ ഹോളിഡേ ആണ്, ആഘോഷങ്ങളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ വിരുന്നിനൊക്കെ പോകാം, പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം, ട്രാവലൊക്കെ വിസിറ്റ് ചെയ്യാം. HSA ഉദ്യോഗാർത്ഥികൾ മാറി നിൽക്കുക, എനിക്ക് പഠിക്കാനുണ്ടെന്ന രീതിയിൽ ഒന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 മാസ കാലയളവ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 days ആണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു 60 ദിവസത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത്, നിങ്ങളൊരു ഗുഡ് ആൻഡ് എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കറക്റ്റായിട്ട് 60 ദിവസം ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വെച്ചിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് അതിനകത്തിൽ കറക്റ്റായിട്ടുള്ള മൊഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് എത്ര ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും HSA പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഈ ടോപ്പിക്കുകൾ സിലബസുമായിട്ട് പരിചിതമായിരിക്കും. ഭൂരിഭാഗം സിലബസുമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളതും ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ അവനുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, യൂട്യൂബിൽ അനവധി വീഡിയോസ് ഉണ്ട്, നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ കയറി നോക്കുക. ഓരോ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളും അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നമ്മൾ ആ സിലബസ് നോക്കി പഠിക്കണം എന്നുള്ള വീഡിയോസ് ഇഷ്ടംപോലെ നമ്മുടെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. 60 ദിവസം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ. 1 ഡേയിൽ ഒരു ദിവസം ഇത്ര ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെക്കേഷൻ സമയമാണ്. നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 6 to 8 അല്ലെങ്കിൽ 6 to 8 hours നമ്മുടെ മുമ്പിലുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് ആ ഒരു അവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 6 to 8 hours എന്തായാലും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു 6 ടോപ്പിക്കെങ്കിലും പഠിക്കാൻ പറ്റും. ഒരു 5 ടോപ്പിക്കെങ്കിലും നിങ്ങളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഷുവറായിട്ടും പറ്റും. കറക്റ്റായിട്ട് നിങ്ങളിരിക്കുക. ഇന്ന് ഞാനത് പഠിച്ചിരിക്കും. കൺസിസ്റ്റൻസിയാണ് ഒരു കീ എന്ന് പറയുന്നത്. നമ്മൾ ചില ആൾക്കാർ മോട്ടിവേഷൻ കിട്ടിയിട്ട് എന്താണ്, ഇപ്പോൾ ഞാനത് പഠിച്ചു അടിപൊളിയാക്കും. ചില ആൾക്ക് ജിമ്മിന് പോകുന്ന പോലെയാണല്ലേ. എന്നുവെച്ചാൽ മോട്ടിവേഷൻ കിട്ടി ആ ജിമ്മിന് പോയി ജോയിൻ ചെയ്യും, കുറേ ദിവസം ചെയ്യും, പിന്നെ അങ്ങ് മടുപ്പാവും. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. കാരണം അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന, മോട്ടിവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് താന്നു, പിന്നെ ഒന്ന് പഠിക്കാൻ നോക്കും, പിന്നെ താന്ന് ആ ഒരു മോട്ടിവേഷനിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ജസ്റ്റ് വലിയൊരു കുന്നായിരിക്കും. അത് കുറേ അങ്ങ് കണ്ടമാനം നിങ്ങളങ്ങ് പഠിക്കും. പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അതിങ്ങനെ പോണത്, ഇങ്ങനെയാണ് പോകുന്നത്. കറക്റ്റ് ഓർഡറിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. മോട്ടിവേഷൻ വേണ്ടെന്നല്ല പറയുന്നത്. മോട്ടിവേഷൻ മാത്രം വെച്ചുകൊണ്ട് പഠിക്കാൻ നിൽക്കില്ല. ഞാൻ ഇന്നത്തെ രാവിലെ എണീച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, 6 മണിക്കൂർ പഠിക്കും. നാളെ ഞാൻ 6 മണിക്കൂർ പഠിക്കും, മറ്റന്നാൾ ഞാൻ 6 മണിക്കൂർ പഠിക്കും. പിന്നെ ഒരിക്കലും കുറയാൻ പാടില്ല, കൂട്ടാനേ നിങ്ങൾ ശ്രമിക്കാവൂ. അടുത്ത ദിവസം ഞാൻ ഒരു 7 മണിക്കൂർ പഠിക്കണം.
അങ്ങനെ പതിയെ പതിയെ പഠിച്ച് നിങ്ങളൊരു ഒരാഴ്ച 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ ആ ഒരു കറക്റ്റ് വെയിൽ നിങ്ങൾ പോയിരിക്കും. നമ്മൾ രാവിലെ എണീക്കുന്ന കണക്കാണ്, നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ രാവിലെ നമ്മളൊരു 6 മണിക്ക് ഇന്ന് എണീക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അലാറൊക്കെ വെച്ച് നമ്മൾ എണീക്കുന്നു, നാളെ അതുപോലെ ചെയ്യുന്നു, മറ്റന്നാൾ അതുപോലെ ചെയ്യുന്നു. പിന്നെ അലാറത്തിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 6 മണിക്ക് എണീക്കും. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഗ്രാഫിൽ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ച് പോകേണ്ടതാണ്. സോ 6 to 8 hours നിങ്ങൾ കറക്റ്റായിട്ട് ആ അവേഴ്സ് വിനിയോഗിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആനലൈസ് ചെയ്യുക. ഒരുപാട് റാങ്ക് ഫയലുകൾ അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് HSC ആയിട്ട് ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്നതിന് മുൻപുമായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ചാകരയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ. ആ കോണ്ടൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വിലയിരുത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏതൊക്കെ പാറ്റേണിലാണ് മുൻ കാലയളവിൽ ചോദിച്ചേക്കുന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, മോക്ക് എക്സാമുകളോട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, മോക്ക് എക്സാമുകൾ അല്ലെങ്കിൽ മോഡൽ എക്സാമുകൾ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിലും കൂടെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് കാലയളവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ BSc തന്നെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. സോ അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ആൻഡ് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യണം. അത് നമ്മുടെ ചാനലുകളുണ്ട്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എൻട്രി ആപ്പിൽ കയറി കഴിഞ്ഞാൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോഡൽ എക്സാമുകൾ, ഓരോ ടോപ്പിക്കിലും ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാമുകൾ അവിടെ അവൈലബിൾ ആണ്. അത് വേണം, ആപ്പ് എടുത്ത് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. അല്ലാതുള്ളവർ നിങ്ങൾക്ക് റാങ്ക് ഫയൽ പോലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റി ഈ സ്റ്റഡി പ്ലാനുകൾ ഓരോ സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ട് ഹോട്ടായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടിയ ടോപ്പിക്കുകളുണ്ട്. ഉറപ്പായിട്ടും 1 മാർക്കോ 2 മാർക്കോ ആ ഒരു മൊഡ്യൂളിൽ നിന്നോ ആ ഒരു സെക്ഷനിൽ നിന്നോ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നോക്കി വിലയിരുത്തിക്കൊണ്ട് ആ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു LPUP എക്സാമിനേഷന് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചവർക്ക് ആ ഒരു സെക്ഷൻ അത്രയും മാർക്കുകൾ ജനറൽ സെക്ഷനിൽ നിന്ന് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സയൻസ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മുൻ കാലയളവിൽ LPUP എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഹോട്ട് ടോപ്പിക്കുകൾ കുറേ സെക്ഷനിൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെക്ഷനിലുള്ള യഥാർത്ഥ പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഹോട്ട് ടോപ്പിക്ക് അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, പഠിക്കുക. അതുപോലെ തന്നെ റിവിഷൻ. സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സൺഡേ റിവിഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് ഞാൻ കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺഡേ എന്ന് പറയുമ്പോൾ റിവിഷൻ ചെയ്യാൻ നല്ലൊരു ദിവസമാണ്. അപ്പം മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, മൺഡേ ട്യൂസ്ഡേ വെഡ്നെസ്ഡേ തൊട്ട് സാറ്റർഡേ വരെ പഠിച്ചിങ്ങനെ പോയിട്ട് സൺഡേ കറക്റ്റായിട്ടുള്ള റിവിഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെയാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മെയിനായിട്ടും മോഡൽ എക്സാമുകൾ പോലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, മൺഡേ പഠിച്ച കാര്യങ്ങൾ, ട്യൂസ്ഡേ പഠിച്ച കാര്യങ്ങൾ, വെഡ്നെസ്ഡേ പഠിച്ച കാര്യങ്ങൾ, ഈ ഡേയ്സിലെല്ലാം പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഏതെങ്കിലും സെക്ഷന് ഏതെങ്കിലും പേജുകളോ ഏതെങ്കിലും പേരുകളോ മറന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പഠിക്കുക, വീണ്ടും മറന്നു പോയാൽ വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. ആ സൺഡേ മുഴുവൻ അതിന് വേണ്ടി മാറ്റി വെക്കുക. തിങ്കൾ തൊട്ട് ശനി വരെ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ അതെല്ലാം ഉണ്ടെന്നുള്ള രീതിയിൽ സൺഡേ റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മളത് പോയി ഫസ്റ്റ് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്തു, സാറ്റർഡേ വരെ പോയി സൺഡേ റിവിഷൻ ചെയ്തു. ഏകദേശം എല്ലാ കാര്യങ്ങളും എൻ്റെ മൈൻഡിലുണ്ട്, കാരണം അത്രയും നമ്മൾ പഠിച്ചോളൂ. അടുത്ത ആഴ്ചയിലോട്ട് നമ്മൾ പോകുന്നു, അടുത്ത സൺഡേ നമ്മൾ ചെല്ലുന്നു. അടുത്ത സൺഡേ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ആഴ്ച പഠിച്ച കാര്യമില്ല, അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച പഠിച്ച കാര്യവും ആ സൺഡേ റിവിഷൻ ചെയ്ത കാര്യവും എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഓരോ സൺഡേ റിവിഷൻ ചെല്ലുമ്പോഴത്തേക്ക് പിന്നിട്ട ദിവസങ്ങളിലെല്ലാം എന്തൊക്കെ പഠിച്ചെന്നുള്ള കാര്യങ്ങളുടെ ഒരു ഏകദേശ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. പല ആൾക്കാരും പല രീതിയിലാണ്, പല ഐക്യുമാണ് ഓരോ ആൾക്കാർക്കും ഉള്ളത്. ചില ആൾക്കാർ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഭയങ്കര ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഒരു 1, 2, 3 തവണ ജസ്റ്റ് നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നും മെമ്മറി വീക്ക്നെസ് എന്താണെന്നും ഫിസിക്കലായിട്ടുള്ള വീക്ക്നെസ് എന്താണെന്നും നിങ്ങൾ വിലയിരുത്തുക. അതിനനുസരിച്ച് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, മാറ്റുക. ഇപ്പോൾ ഈവൻ നമ്മൾ അപ്പോൾ അതിലൊരെങ്കിൽ നമുക്ക് ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മൾ ചില ആൾക്കാരൊക്കെ ഇതുപോലെ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ചില ബോഡിയിലുള്ള പാർട്സുകൾക്ക് മാത്രമാണ്
ആവശ്യമുള്ള എക്സസൈസ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് എന്താ ആവശ്യം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചില ആൾക്കാർ കഴിക്കുന്ന ഫുഡ് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നമുക്കും ആ ഫുഡ് പറ്റും. എല്ലാവർക്കും സെയിം ഫുഡ് തന്നെ ബോഡിയിൽ അത് പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഈ വെക്കേഷൻ സമയത്ത് 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് HSA ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ HSAയുടെ ഞാൻ മുഴുവനെന്ന് പറയുന്നില്ല, ഒരു 80% ഓഫ് ദി സിലബസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ 2 മാസം നല്ല കുത്തിരുന്ന് പഠിച്ച മക്കളെ നിങ്ങൾക്ക് HSA കിട്ടും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മുടെ എൻട്രിയിൽ HSAയുടെ പുതിയ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ബാച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ മോഡൽ ആൻഡ് മോക്ക് എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഈ വെക്കേഷൻ ബാച്ചിലുണ്ട്. ഈ വെക്കേഷൻ ബാച്ചിൽ പുതിയ പേരിട്ടിട്ടുണ്ട്, ലേ ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ, ലീപ്പ് ആൻഡ് ലീഡ്, വിച്ച് മീൻസ് ലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുതിച്ച് ചാടുക അല്ലെങ്കിൽ മുന്നേറുക, അടുത്ത ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേറി നയിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടീച്ചറായിട്ട് നിങ്ങൾ ലീഡ് ചെയ്യണം. സോ യു ഷുഡ് ലേൺ, യു ഷുഡ് ലീപ്പ് ആൻഡ് യു ഷുഡ് വാട്ട് ലീഡ്. സോ ദാറ്റ് ഈസ് HSA ലേ ബാച്ച്, വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ കുറഞ്ഞ കോഴ്സ് ഫീലാണ്. കാരണം 1999 അല്ലെങ്കിൽ 1999 രൂപ മാത്രമാണ് ഈ ഒരു ബാച്ചിനുള്ളത്. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻ 60 ഡേയ്സ് ഇങ്ങോട്ട് മാറിക്കാം. 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് എക്സാമുകളുണ്ട്, 100+ മോക്ക് ആൻഡ് മോഡൽ എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വീക്ക്ലി റിവിഷൻ ക്ലാസ്സുകൾ, സൺഡേ റിവിഷൻ നമ്മൾ പറഞ്ഞില്ലേ, വീക്ക്ലി റിവിഷൻ ക്ലാസ്സുകളുണ്ട്, സബ്ജക്ട് വൈസ് എക്സാംസ്, സെപ്പറേറ്റ് NCERT SCERT പാക്കുകൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് പാക്കുകളുണ്ട്. അപ്പോൾ ഇത്രയും പാക്കുകൾ അടങ്ങുന്ന ഈ ഒരു കോഴ്സ് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേടിക്കാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഡയൽ ചെയ്യുക, അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ലിങ്ക് ക്ലിക്ക് ചെയ്തുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങളുടെ പേരടിച്ചതിന് ശേഷം മൊബൈൽ നമ്പർ അടിക്കുക. മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ലൈവിലും പറയായിരുന്നു, ചാർജ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ OTP വരത്തുള്ളൂ. സോ മൊബൈൽ നമ്പർ അവിടെ അടിക്കുക, അതിനുശേഷം OTP അടിക്കുക. OTP അടിച്ചതിന് ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ആ ഒരു പേയ്മെൻറ്റ് സെക്ഷനിൽ UPI പേയ്മെൻറ്റുകളുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇത് വെക്കേഷൻ ബാച്ച് പഠിച്ച് എന്ന് വെച്ചാൽ കോഴ്സ് എടുത്ത് പഠിച്ച് പാസ്സാകുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ രീതിക്ക് പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ സമയം വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് HSA ക്രാക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായാലോ, വെക്കേഷൻ സമയം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായാലോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.